രഞ്ജിത്തെ പറഞ്ഞോടാ. തീരാനോ? ഇത് ഇന്നൊന്നും തീരുമെന്ന് തോന്നുന്നില്ലടാ. നാളെ രാവിലെ ഒരു സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഓക്കേടാ. എത്ര പണിയെടുത്താലും തീരാത്തൊരു വീട്. എനിക്ക് വയ്യ. രാവിലെ മുതൽ തുടങ്ങിയതാണ്, ഒന്നും നടു നിവർത്തിയിട്ടില്ല. അതെ, ചായ എടുക്കട്ടെ? എടുത്തോ. ഈ കറണ്ടിന് പോകാൻ കണ്ട നേരം പണിയൊന്നും തീർന്നിട്ടില്ല. പോയി. മുത്തശ്ശി, മുത്തശ്ശി. കൃഷ്ണ കരുവായൂരപ്പ. മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ കുട്ടാ, മുത്തശ്ശിയുടെ കാലത്തെ കഥ പറയട്ടെ? ശരി മുത്തശ്ശി. ഇന്നത്തെ പോലെ ഒന്നുമല്ലായിരുന്നു പണ്ട്. മുത്തശ്ശിയുടെ കാലത്ത് ആരുടെയും വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ അപേക്ഷിച്ച് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഇരുട്ടാകാറായാൽ എന്തിനും ഈ ഒരു വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടുജോലിക്കായാലും പഠിക്കാനായാലും. വൈദ്യുതി ഒരിക്കലും പാഴാക്കരുത് മോനെ. അനാവശ്യമായി ലൈറ്റും ഫാനുകളും ഉപയോഗിക്കരുത്. പകൽ വെളിച്ചം പരമാവധി ഉപയോഗിക്കണം. അതുപോലെ തന്നെ വിലപ്പെട്ടതാണ് നമ്മുടെ ജലസ്രോതസ്സുകളും. പ്രകൃതിയുടെ വരദാനമാണ് അവ. അത് നമ്മൾ പാഴാക്കരുത്. നമ്മുടെ പ്രകൃതി നൽകുന്ന മഴയെ നമ്മൾ ശേഖരിച്ചുപയോഗിക്കണം. പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ചാൽ പ്രകൃതി തിരിച്ച് നമ്മളെയും സ്നേഹിക്കും. വെള്ളം വെറുതെ കളയുകയും പിന്നീട് ടാങ്ക് നിറയ്ക്കാനുള്ള ആവശ്യത്തിനും വൈദ്യുതിയല്ലേ നമ്മൾ പാഴാക്കുന്നത്. അപ്പോൾ അത് രണ്ടും അമൂല്യമാണ് മോനെ. നമുക്ക് അതിനെന്തിനേക്കാളും വലിയ വില നൽകണം. അമൂല്യമാണ്, അത് പാഴാക്കരുത്.